PMFME. അതെ. അത് നമ്മൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് അത് 5 HP താഴെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഈ പ്രവർത്തിക്കാനുള്ള ഇത് മാത്രമേ വേണ്ടൂ. ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനത്തെ, കരളിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും, വൃക്കകളുടെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ഇതാവും. അരമണിക്കൂർ കഴിഞ്ഞാലും എടുക്കില്ല. ഈ ചൂട് ഒരു 40-ലൊക്കെ എത്തുമ്പോഴേ എടുക്കുള്ളൂ. അപ്പൊ 1.5 മണിക്കൂർ. അപ്പൊ അത്രയും ഇതേപോലെയുള്ള യൂണിറ്റുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങുന്നതിന് ഉള്ള ഇതിപ്പോ വലിയ തേങ്ങയാണ്. ഇത് പുതുതരം വിത്തുന്നുണ്ടായ തേങ്ങയാണ്. ഇതൊക്കെ നാടൻ തേങ്ങകളാണെന്ന്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയില് പെരുമ്പിലാവിനടുത്തുള്ള അൽത്തറ എന്ന പ്രദേശത്ത് നമ്മളെ ലൈഫ് കെയർ ഓയിൽ മിൽ എന്ന നാരായണേട്ടന്റെ മില്ലിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഈ വിശേഷങ്ങളൊക്കെ അറിയാനാണ് വന്നിട്ടുള്ളത്. നാരായണേട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണ, അതായത് യാതൊരുവിധ മായം കലരാത്ത വെളിച്ചെണ്ണ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം സംരംഭം തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 1 വർഷത്തോളമായി അദ്ദേഹം കട ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് ഈ നാരായണേട്ടന്റെ ലൈഫ് കെയർ ഓയിൽ മില്ലിലെ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം. നമസ്കാരം. നമസ്കാരം. ഈ ലൈഫ് കെയർ സമൂഹത്തിന് നൽകാനുള്ള എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? എങ്ങനെയാണ് നാളികേരം, ഇപ്പോഴത്തെ കാലത്ത് നാളികേരം എങ്ങനെ ലഭിക്കുന്നു? അതുപോലെ തന്നെ സൾഫർ ചേർത്ത നാളികേരം പല സ്ഥലത്തും നമുക്ക് കേൾക്കാറുണ്ട്. മായം കലർന്ന വെളിച്ചെണ്ണ പലതും കേൾക്കാറുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളെ കാഴ്ചപ്പാടൊന്ന് നമ്മളെ ഈ പ്രേക്ഷകരായിട്ട് പങ്കുവെച്ച. അല്ല, ഇതിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചു പോകുമ്പോ ചില ചോദ്യങ്ങൾ ഞാൻ മറന്നു പോകും. ഇതിനൊരു സംരംഭം തുടങ്ങാനുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം വന്നത്, നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്ന വെളിച്ചെണ്ണ അത് വളരെയധികം മായം കലർന്നതാണ് എന്നുള്ള ഒരു ആക്ഷേപം പരക്കെയുണ്ട്. അപ്പോൾ എനിക്കും അത് പലയിടത്തും വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടും മറ്റും ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത്ര അങ്ങോട്ട് തൃപ്തികരമായി തോന്നിയില്ല. ഞാൻ വീട്ടിൽ സാധാരണഗതിയിൽ വീട്ടിൽ ഉണക്കി ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാറ്. പക്ഷെ അത് എനിക്ക് മുഴുവൻ തികയാത്തതുകൊണ്ട് പലപ്പോഴും വാങ്ങിക്കുമ്പോൾ എനിക്ക് അതത്ര സുഖകരമായി തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഒരു നല്ല വെളിച്ചെണ്ണ കിട്ടുക എന്നുള്ള ഒരു ആശയം മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു നടക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തുക്കളിൽ പലരും പ്രചോദനം നൽകിക്കൊണ്ടും സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടും ഒക്കെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ആലോചിക്കാൻ ഇടവന്നത്. അപ്പൊ ഇവിടെയാണെങ്കിൽ നല്ല തേങ്ങ ധാരാളം കിട്ടാനുണ്ട്. വെളിച്ചെണ്ണ പലരും ഇങ്ങനെ പറയുന്നുണ്ട്, നല്ല വെളിച്ചെണ്ണ കിട്ടുന്നത് കുറവാണെന്നുള്ള ഒരു ആക്ഷേപം ഇങ്ങനെ ഉണ്ട് താനും. അപ്പൊ എന്നാൽ നമുക്ക് ഈ മേഖലയിലോട്ട് കടന്നു വന്നാൽ എന്താ എന്നൊരു ചിന്ത വന്നു. അപ്പോൾ പല സുഹൃത്തുക്കളുടെയും ഇവരെയും സഹായത്തോടുകൂടി ചെറുകിട വ്യവസായത്തിന്റെ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാങ്കിൽ നിന്ന് ലോണും പിന്നെ കുറച്ച് പേരുടെ സാമ്പത്തിക അഭ്യുദയകാംക്ഷികളുടെ സാമ്പത്തിക സഹായമൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ ഒരു ഗവൺമെന്റ് സർവീസിലായിരുന്നു, പെൻഷനറായിരുന്നു. പിന്നെ അതിലുപരി കുറച്ച് അനുഭവങ്ങൾ എനിക്ക് ഔദ്യോഗിക തലത്തിലൊക്കെ കിട്ടാനും അറിവും കിട്ടാനൊക്കെ ഇടയുള്ള ഒരു ജോലിയായിരുന്നു. ഗവൺമെന്റ് സർവീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയി ജോലി ചെയ്തുള്ള അതിന്ന് കിട്ടിയ കുറച്ച് അറിവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സംരംഭം തുടങ്ങിയാൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയുള്ള ഒരു സ്ഥാപനമായി മാറും. നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരം അസുഖങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ലഭിക്കേണ്ടായി. അപ്പോൾ അതുപ്രകാരം ഞാൻ ചെറുകിട വ്യവസായ വകുപ്പിനെ സമീപിച്ചു. മറ്റു
പലരിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള ചെറിയ വിശദാംശങ്ങൾ തേടി. അപ്പോഴാണ് ഒരു വ്യവസായാടിസ്ഥാനത്തിൽ തുടങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക്, ഉയർന്ന തലത്തിൽ തുടങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ലാത്തതുകൊണ്ട് ഒരു മൈക്രോ യൂണിറ്റ് ആയിട്ട് തുടങ്ങാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഇതിലോട്ട് വന്നത്. ഇങ്ങനെ ഒരു മൈക്രോ യൂണിറ്റ് ഒരു പഞ്ചായത്തിൽ 2 ഉയർന്നു വരികയാണെങ്കിൽ ആ പ്രദേശത്തുള്ള തേങ്ങ കർഷകരിൽ നിന്ന്, നാളികേര കർഷകരിൽ നിന്ന് തേങ്ങ വാങ്ങിക്കാനും കഴിയും, അവർക്ക് ഉയർന്ന വില കൊടുക്കാനും കഴിയും. നല്ല വെളിച്ചെണ്ണ സമീപ പ്രദേശത്ത് ഉള്ള വീടുകളിൽ നിന്നുള്ളവർ വന്ന് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനും കഴിയും. അപ്പൊ അങ്ങനൊരു ഉദ്ദേശത്തിനുള്ള ഒരു തുടക്കം കുറിക്കൽ മാത്രമാണ്. ഇനിയും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. അപ്പോൾ അത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോലിയാണ് ഇത് വരുന്നത്. വെയില് വെച്ച് ഉണക്കണം. അപ്പോ നമുക്കാണെങ്കിൽ 6 മാസം മഴയും 6 മാസം വെയിലും എന്നൊക്കെയാണ് പറയാറ്. അതിൽ കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോ നമുക്ക് മഴക്കാലം ആണെങ്കിൽ ശരിയായ രീതിയിൽ ഉണങ്ങി കിട്ടുന്നില്ല. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസമാണ് ശരിക്ക് മഴ തീരെ ഇല്ലാത്ത ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് മാത്രമേ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോഴും നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് കാലത്ത് വെയിൽ കാണുമ്പോഴേക്കും കൊണ്ടുപോയി അത് വെയിലത്തിടും. വൈകിട്ട് വെയിൽ നല്ല ആറിയിട്ട് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിൽ നല്ല ആറിയിട്ടേ എടുക്കുകയുള്ളൂ. അപ്പോൾ ശരിയാ ആ സമയത്ത് വെറും പ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും ഒരു 11 മണി തൊട്ട് ഒരു 3 മണി വരെ ഈ തേങ്ങയിലെ ജലാംശം പറ്റാനുള്ള വെയില് ഉണ്ടാവുള്ളൂ. ബാക്കി സമയം വെയിലിന്റെ പ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ശരിയായ രീതിയിൽ ഉണങ്ങില്ല. അതിൽ ഫംഗസും ബാക്ടീരിയയും പൂപ്പലും ഒക്കെ വരും. അങ്ങനെ മോശമായ കൊപ്രയെ നമുക്ക് കിട്ടുന്നത് അത് ആട്ടി നമ്മൾ വെളിച്ചെണ്ണയാക്കി മാറ്റി നമ്മൾ ഉപയോഗിക്കുന്നു. അതിലുപരി പൊടിപടലങ്ങളും മറ്റ് എലി അങ്ങനെയുള്ള കാക്ക, മറ്റ് പ്രാണികള്, മറ്റ് ചെറിയ രീതിയിലുള്ള ജീവികളൊക്കെ ഇത് സ്പർശിക്കാൻ ഇടവരും. അപ്പോൾ നമുക്കൊരു ശരിയായ ശുചിത്വത്തോടു കൂടി ഉണക്കിയെടുത്തു എന്നുള്ള ഒരു ശുചിത്വത്തോടുകൂടി ഉണക്കിയെടുത്തു എന്ന് നമുക്ക് അവകാശപ്പെടാനും പോലും കഴിയില്ല. അപ്പോഴാണ് ഞാനും ഇലക്ട്രിക് ഡ്രയറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പലരും പറഞ്ഞു എന്നോട്, ഞാൻ ആലോചിച്ചപ്പോൾ പലരും പറഞ്ഞു വലിയ കറണ്ട് ബില്ല് വരും, അപ്പൊ അത് പ്രായോഗികമായിട്ട് ശരിയല്ല. അപ്പോൾ അവർ പറഞ്ഞത് കറണ്ട് ബില്ല് വരും എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഗുണമേന്മ കിട്ടാൻ ഇതേ ഒരു മാർഗമുള്ളൂ. 2 ദിവസം കൊണ്ട് ഞാൻ ഇതൊരു ഏകദേശം 25 മുതൽ 30 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് ഉണങ്ങി ആട്ടി എടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ ഇത് ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പൊ 2 ദിവസം കൊണ്ട് വെളിച്ചെണ്ണ, പിണ്ണാക്ക് വേറെയായി, പിന്നെ വെളിച്ചെണ്ണ വേറെയായി. അപ്പൊ 2 ദിവസം നമ്മൾ ഇത് ഈ കൊപ്രേനെ സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ആ സൂക്ഷിക്കുന്നത് പോലും നമ്മൾ ഫ്രിഡ്ജിൽ സാധനം കയറ്റി വെച്ച പോലെയാണ് ഈ ഡ്രയറിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ആ സമയത്തും ഈച്ചയോ വേറെ ഉറുമ്പോ വേറെ ഒന്നും വരുന്നില്ല. അപ്പോ ഈ 2 ദിവസം കൊണ്ട് യാതൊരു വക ക്ഷുദ്രജീവികളുടെ സാമീപ്യവും ഇല്ലാതെ, എലിയോ ഉറുമ്പോ ഒന്നുമില്ല, അതിൻ്റെയൊക്കെ സാമീപ്യം ഇല്ലാതെ ഉണങ്ങി കിട്ടുന്നു, വെളിച്ചെണ്ണയായി മാറുന്നു. നമ്മൾ അത് ക്യാനിലാക്കി സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. അപ്പോൾ ഇത്രയും പിന്നെ ശുചിത്വത്തോടു കൂടി വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇലക്ട്രിക് ഡ്രയറെ പ്രായോഗികമായിട്ട് നമുക്ക് ശരിയാവുള്ളൂ. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ അനുഭവമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇതിനെക്കുറിച്ച്. എനിക്ക് ഒരു പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഇതിന് വരുന്നില്ല. ഞാൻ 2 ജോലിക്കാരുണ്ട് എന്നെ സഹായിക്കാൻ. പകല് നാളികേരം വെട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അവർ ഡ്രയറിൽ കയറ്റും. അത് ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ വർക്ക് ചെയ്യുന്ന ഡ്രയറാണ്, മൾട്ടിപർപ്പസുമാണ്. അപ്പൊ അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. വെളിച്ചാകുമ്പോൾ നേരത്തെ വന്ന് ഒന്ന് നോക്കും, കറണ്ട് പോയിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക മാത്രമേ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. കറണ്ട് പോയാലും അത് കുറച്ച് കഴിഞ്ഞാൽ വരും, അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം വരുന്നില്ല. അപ്പോൾ വളരെ സൗകര്യപ്രദമായ ഒരു ഇതാണ്, ഉപകാരപ്രദമാണ്. അപ്പോൾ
കറണ്ട് ബില്ല് കൂടുന്നു എന്നുള്ള ആ പരാതി നമുക്ക് മാറ്റിവെക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതിലുപരി ഇത് 10-12 ദിവസം 10 ദിവസമൊക്കെ വെയിലത്തിടാനും ഇതിനൊക്കെ ജോലിക്ക് ആളെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടും ലാഭകരമാണ് കറണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. ജോലിക്ക് ആളെ വെക്കുമ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചോളം സാമാന്യം എല്ലാ മേഖലകളിലും സാമാന്യം നല്ല കൂലിയുണ്ട്. ആ കൂലി കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവിടുത്തെ ജീവിത ചെലവിനനുസരിച്ചാണ് കൂലി, അതിനൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇതിൽ വെക്കുമ്പോൾ ഒറ്റ കൂലിച്ചെലവ് വെക്കുന്നു എടുക്കുന്നു, അത്ര സമയം നമ്മളായാലും ജോലിക്കാരായാലും ജോലി ചെയ്യണ്ടു. അപ്പൊ അതും ലാഭകരമാണ് നമുക്ക്. അപ്പൊ പിന്നെന്താണെന്ന് വെച്ചാൽ വലിയ യൂണിറ്റുകളായിട്ട് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ചെറിയ യൂണിറ്റുകളിൽ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ഞാൻ നല്ല രീതിയിൽ ഞാനും ജോലി ചെയ്യും. ഞാൻ സമയം നോക്കില്ല. ഞാൻ ചിലപ്പോൾ 8 മണി 9 മണി 10 മണി എന്താ വെച്ചാൽ നിൽക്കും. എനിക്ക് കിട്ടും. ഞാൻ അന്ന് അടർത്തിയ സാധനം അന്ന് തന്നെ കട്ട് ചെയ്ത് ഡ്രയറിൽ വെക്കും. ഇന്നലെ ഡ്രയറിൽ വെച്ച സാധനം ഇന്നലെ രാത്രി ഉണങ്ങി ഇന്ന് കാലത്ത് എടുത്ത് ജോലിക്കാരത് അടർത്തി, പിന്നെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമയം നോക്കിയിട്ട് ഞാനും അടർത്താനിരിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് ഇന്ന് തന്നെ അത് കട്ട് ചെയ്ത് ഡ്രയറിൽ വെച്ച് നാളേക്ക് അത് പരിപൂർണമായി ഉണക്കിയെടുക്കും. ആട്ടാൻ നമ്മൾ ഒരു ദിവസം വൈകിയോണ്ട് 2 ദിവസം വൈകിയോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല, ജലാംശം മൊത്തം നഷ്ടപ്പെട്ടതാണ്, ശരിയായ രീതിയിൽ ഉണങ്ങിയതാണ്. അപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് വെളിച്ചെണ്ണയായി മാറുന്നു. അതാണ് നമ്മുടെ പ്രത്യേകത. ഒരാഴ്ച ആയി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തെളിഞ്ഞ് കിട്ടും നമുക്ക്. അത് ആദ്യം ഒന്ന് ഞാൻ തെളിയിക്കും, അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി അത് പകർത്തി മാറ്റിവെക്കും. അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കും. അപ്പൊ 2 പ്രാവശ്യം തെളിയിച്ചെടുക്കും. പിന്നെ നമ്മൾ ഈ ഡ്രയർ ഏത് കമ്പനിയുടെ ഡ്രയറാണ് വെച്ചത്? എങ്ങനെയാണ് ഈ കമ്പനിക്ക് എത്തപ്പെട്ടത്? ഞാന് ഇതിനെ കുറിച്ച് ആലോചിച്ചപ്പോ മെക്മാർക്കാണ് കുറച്ചുകൂടി എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു രവീന്ദ്രൻ സാറുണ്ട്. അദ്ദേഹം പടിഞ്ഞാറങ്ങാടിയാണ്. അദ്ദേഹവുമായി ഞാൻ സംസാരിക്കേണ്ട ഇട വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്നത് മെക്മാർക്കാണ്. അപ്പൊ ഞാൻ മെക്മാർക്കിന്റെ ഡ്രയറാണ് എന്ന് പറഞ്ഞു നോക്കി. അപ്പോ ഞാൻ ചോദിച്ചു അവരെ കുറിച്ച് ഇത്രയും കാലമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു അത് ഇതേവരെ എനിക്ക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് അവർ ക്ലിയർ ചെയ്തവരോ അല്ലെങ്കിൽ അവർ നേരിട്ട് വന്ന് വലിയ രീതിയിലുള്ളതാണ് ഈ ചെയ്ത് തരും. ഇതേവരെ അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല എന്ന് മൂപ്പര് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു രവേട്ടൻ എൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിച്ചുകൊണ്ട് ഞാനും ഇത് ബുക്ക് ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞ് അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ. സത്യം പറഞ്ഞ ഈ കമ്പനിയുടെ മെക്മാർക്ക് കമ്പനിയിൽ വന്നിട്ടുമില്ല, ഇതൊന്നുമില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ ഞാൻ ആ വിശ്വാസത്തിലെടുത്ത്, അങ്ങനെ ഒരു അനുഭവ സമ്പത്താണല്ലോ ഏറ്റവും വലിയ ഇത്, ആ വിശ്വാസത്തിലെടുത്ത് ഞാൻ ഈ ഡ്രയർ വാങ്ങിച്ചു. എനിക്ക് ഇതേവരെ ഒരു കൊല്ലത്തോളമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരെണ്ണം ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടി വാങ്ങിച്ചു, എൻ്റെ ആവശ്യകത ഉയർന്നതുകൊണ്ട്. മെക്മാർക്കിന്റെ ഡ്രയറാണ് വാങ്ങിയെന്ന് പറഞ്ഞു. എത്ര ഐറ്റം ഡ്രയറുകൾ വാങ്ങിച്ചിട്ടുണ്ട്? ഞാൻ മെക്മാർക്കിന്റെ പിന്നെ 5 ഡ്രയർ വാങ്ങിച്ചിട്ടുണ്ട്. 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 5 എണ്ണം വാങ്ങിക്കാൻ എന്നോട് കമ്പനി തന്നെ, അന്ന് മെക്മാർക്ക് കമ്പനി തന്നെ ഞാൻ പറഞ്ഞു ഈ 4 എണ്ണം ഒരുമിച്ച് ഓർഡർ ചെയ്തപ്പോ ഘട്ടം ഘട്ടമായിട്ട് ഓർഡർ ചെയ്താൽ പോരെന്ന് ചോദിച്ചു. പറഞ്ഞു ഘട്ടം ഘട്ടമായി ഓർഡർ ചെയ്താൽ മതി, പക്ഷെ ഞാനിത് ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഇന്നെന്നെ പോലെ രൂപത്തിലാണ് അത് ചെയ്താൽ അത് വിജയിക്കും എന്നുള്ള ഒരു തോന്നലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 4 എണ്ണം ഇതായി ബുക്ക് ചെയ്തു. സാധനം വന്നു. ഞാൻ ഇവിടെ എൻ്റെ ആവശ്യത്തിനുള്ള വിൽപ്പനയ്ക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ആട്ടിയെടുക്കുന്നുണ്ട്. അതോടൊപ്പം സമീപ പ്രദേശത്തു നിന്ന് വരുന്ന വെളിച്ചെണ്ണ കൊപ്ര ആട്ടി വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിക്കുന്നവർക്ക് ആട്ടി കൊടുക്കുന്ന ഒരു സംവിധാനം, തയ്യാറാക്കി കൊടുക്കുന്ന സംവിധാനമുണ്ട്. അങ്ങനെ അത് വന്നപ്പോൾ ഒരു 10 കിലോമീറ്റർ അകലുന്നു വരെ എനിക്ക് വെളിച്ചെണ്ണ വാങ്ങിക്കുവാനുള്ള കസ്റ്റമറുണ്ട്. അപ്പൊ പലപ്പോഴും അവർക്ക് കൊടുക്കാൻ എത്താത്ത ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഉണ്ട്.
ഈ ആട്ടിക്കൊടുക്കുന്ന ഇതും അകലുന്ന് വരുന്നുണ്ട്. ഒരു 10 കിലോമീറ്റർ ചുറ്റോളം എന്നൊക്കെ വാഹനങ്ങളുള്ളവർ അവർ കൊണ്ടുവന്ന് തരും. സ്കൂട്ടറിൽ കൊണ്ടുവരും, പിന്നെ കാറിലൊക്കെ കൊണ്ടുവന്ന് തരും. അകലങ്ങളിൽ നിന്നൊക്കെ അത് വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഒരു ഏകദേശം ഒരു പിന്നെ വിളിച്ചിട്ട് വെട്ടി കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ചില ദിവസം കറണ്ട് ഇല്ലാത്ത ദിവസം, അതല്ലെങ്കിൽ ഇവിടെ ഡ്രയർ ഫുള്ളായ സമയമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് അവരും തൃപ്തികരമാണ്. അപ്പൊ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പൊ എനിക്ക് ഡ്രയർ തികയാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം ബുക്ക് ചെയ്തു. പിന്നെ അതിപ്പോ കഴിഞ്ഞ ഓണത്തിന് മുന്നേ ഞാൻ ഒരു ഡ്രയർ കൂടി എടുത്തു. ഒരു 250 എണ്ണത്തിന്റെ ഒരു ഡ്രയർ കൂടി എടുത്തു. ഇപ്പൊ ഇതൊരു 1200 നാളികേര ഒരേ സമയം കൈകാര്യം ചെയ്യാവുന്ന ഡ്രയർ എന്റെ കൈവശമുണ്ട്. എനിക്കിപ്പോഴും അത് മതിയാകുന്നില്ല കേട്ടോ. ചെറിയ യൂണിറ്റ് ആയാലും അത് മതിയാകുന്നില്ല. പിന്നെ എനിക്ക് ചെറിയ ഡ്രയർ 250-400 ഒക്കെ ഉള്ളതേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ്, ആട്ടി കൊണ്ടുപോകാനുള്ള കസ്റ്റമേഴ്സ് 50 മുതൽ 1000 വരെ തേങ്ങ വരെയുള്ളവരെ ആണ് വരുന്നത്. ഞാൻ കുറഞ്ഞ അളവിലുള്ള തേങ്ങ കൊണ്ടുവന്നാലും 50 എണ്ണം കൊണ്ടുവന്നാലും 30 എണ്ണം കൊണ്ടുവന്നാലും ഒക്കെ ഞാൻ ആട്ടിക്കൊടുക്കും. എന്താ വെച്ചാൽ ഈ ശുചിത്വത്തോടു കൂടി തയ്യാറാക്കുന്ന ഈ വെളിച്ചെണ്ണ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് എത്തിക്കുക. അവരില് നല്ല സാധനം, നല്ല ഭക്ഷണമാണ് മരുന്ന് എന്നുള്ള ഒരു സന്ദേശം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ചെറിയ ഒരു യൂണിറ്റ് ആണ്, ചെറിയൊരു അംശം മാത്രമേ ഇപ്പൊ ഈ വെളിച്ചെണ്ണ രൂപത്തിൽ അവരുടെ ഇടയ്ക്ക് മായവും കെമിക്കലൊന്നും ഇല്ലാത്ത സാധനം എത്തിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു ബോധ്യം എനിക്കുണ്ട്. അപ്പോ ഞാൻ വെളിച്ചെണ്ണയിൽ തുടക്കം കുറിച്ചു. ഇതേപോലെ മറ്റു മേഖലകളിലും തുടക്കം കുറിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരണം ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഡ്രയറുകളുടെ ഇതെന്താ വെച്ചാൽ ചെറിയ മറ്റേ ഞാനൊരു സൈസ് ആദ്യം വാങ്ങിച്ചാൽ ഒരു 380 ഒരെണ്ണം, ഒരു 250 എണ്ണത്തിന്റെ ഒരെണ്ണം, നാളികേരത്തിന്റെ എണ്ണാണ് പറയണ കേട്ടോ, എണ്ണം എന്ന് പറയണത്. പിന്നെ 120 ഒരെണ്ണം, ഒരു 80 ഒരെണ്ണം. അപ്പൊ ഈ ഇതിൽ ഉൾക്കൊള്ളുന്ന കസ്റ്റമർ ആര് വന്നാലും എനിക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയും. ഇത് മറ്റു പലരും പരീക്ഷിച്ച് നോക്കാത്തത് കൊണ്ടായിരിക്കാം കമ്പനിക്ക് അങ്ങനെ ഒരു 4 എണ്ണം ഒരുമിച്ച് വേണമെന്ന് എന്നോട് ചോദിച്ചത്. ഞാനിത് പ്ലാൻഡ് ആണ്. ഞാനിനി 30 എണ്ണത്തിന്റെ വാങ്ങിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തികയാതെ വന്നപ്പോ ഞാൻ ഈ ഓണക്കാലത്തിന്റെ ഒരു മാസം മുന്നേ 250 എണ്ണത്തിന്റെ ഒരെണ്ണം ചെയ്തു. പിന്നെ മറ്റു പല കമ്പനിയിലും അന്വേഷിച്ചു നോക്കിയപ്പോൾ മെക്മാർക്കിന്റെ ഡ്രയർ താരതമ്യേന വിലക്കുറവ് പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. പ്രത്യക്ഷത്തില് എൻ്റെ അനുഭവത്തില് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ വ്യവസായ യൂണിറ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൽ സംതൃപ്തനാണ്. ഈ ലൈഫ് കെയർ ഓയിൽ യൂണിറ്റിലെ എന്താ ഓയിൽ മാത്രമല്ലേ ഉള്ളൂ? ഓയിൽ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ പിണ്ണാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പിണ്ണാക്ക് പിന്നെ പശുവിനെ വളർത്തുന്നവരും ആടിനെ വളർത്തുന്നവരും പിന്നെ കോഴിയെ വളർത്തുന്നവരൊക്കെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. അത് പരമാവധി ഞാൻ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുകയും ചെയ്യും. നേരത്തെ കണ്ടല്ലോ 10 കിലോനും 50 കിലോനും ഇപ്പൊ കേട്ട് പിണ്ണാക്ക് ഇവിടെ ഇരിക്കില്ല. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും പിണ്ണാക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആവശ്യക്കാരുണ്ട്. ഇത്രയും ഹൈജീനിക് ആയ പിണ്ണാക്ക് വേറെ കിട്ടില്ല. ഇത്ര 2 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈച്ച, കാക്ക, ഇതൊന്നും ഫംഗസ്, പൂപ്പിൽ, ഇതൊന്നും ഇല്ലാത്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ആ കൊപ്രയിൽ നിന്നാണല്ലോ ഇത് പിണ്ണാക്കും വേർതിരിഞ്ഞു പോകുന്നത്. അപ്പൊ അത്ര നല്ല പിണ്ണാക്കായിരിക്കും. പൂപ്പലുകളോ ഇതൊന്നുമില്ല. പിന്നെ ഇവിടെ സാധനം ഇരിക്കുന്നില്ല, ഇവിടെ ഇരുന്നിട്ട് കേടുവരുന്നില്ല. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഒരു ഇത്രയും നേരം കൊണ്ട് വെളിച്ചെണ്ണ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു 10-15 കസ്റ്റമർ നിങ്ങളിപ്പോ എത്തുന്നതിന് മുന്നേ ഞാൻ 8 മണിയാകുമ്പോ ഒക്കെ തുറക്കും കേട്ടോ, നേരത്തെ തുറക്കും. 10-15 കസ്റ്റമർ വെളിച്ചെണ്ണ വാങ്ങിച്ചു കഴിഞ്ഞ് ഇനി ഉച്ചതിരിഞ്ഞ് അതിന് മുന്നേ നേരത്തെ വന്ന് വാങ്ങിക്കും. പിന്നെ ഉച്ചതിരിഞ്ഞ് ഒരു 4 to 8 വരെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് വരും. അപ്പോ ജനത്തിന് ഒരു ബോധ്യമായിട്ടുണ്ട്. ഇതേപോലെ യൂണിറ്റുകളിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കാന്ന് ബോധ്യമായിട്ടുണ്ട്. ഞാന് 1 ലിറ്ററിന്റെ കുപ്പിയിലും 1/2 ലിറ്ററിന്റെ കുപ്പിയിലും ആണ് ഇപ്പൊ ആക്കി കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ക്യാന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ക്യാനിന്റെ വില തന്ന് അത് വാങ്ങിച്ചുകൊണ്ടുപോകാം. പരമാവധി പേര് ലിറ്റർ കണക്കിന് കുപ്പിയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ.
മറ്റേ കിലോ കണക്കിന്. അധികം പേരും ഒരു 5 കിലോന്റെ ക്യാനില് വാങ്ങിച്ചു കൊണ്ടുപോവാണ് പതിവ്. ചിരട്ട ഇവിടെ വന്ന് ഒരു ഹോൾസെയില് മായി ബന്ധപ്പെട്ട് ചിരട്ട എടുക്കുന്ന ഒരാൾ വന്ന് എടുത്തു കൊണ്ടുപോകും. അത് ഞാനൊരു 2-3 ആഴ്ച ആകുമ്പോ എനിക്ക് ഇതിപ്പോ അറിയാലോ, ഇതൊരു ചെറിയ കുറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രിക് ഡ്രയറും ഈ തരം മെഷീനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് ഇത് തുടങ്ങാൻ കഴിയും. മറ്റേ കുറഞ്ഞ സ്ഥലം മതി. ഒരു 10-300 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ധാരാളമായി. 300 ധാരാളമായി. 3 റൂം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയും. 3 ഫേസ് കണക്ഷൻ. ഇപ്പൊ ഇലക്ട്രിസിറ്റി അവര് ഇപ്പൊ നമ്മൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മറ്റേ കണക്ഷൻ കിട്ടും എന്നുള്ള രീതിയിലുള്ള മറുപടി അവരെ കിട്ടും. പിന്നെ നമ്മൾ ലോൺ PMFME. അതെ. അത് നമ്മള് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഇത് കിട്ടും. ലൈസൻസ് പഞ്ചായത്തിന്റെ ഒരു ഇത്, പിന്നെ വ്യവസായ വകുപ്പിന്റെ ലൈസൻസ്, ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ്, അതൊക്കെ ഇപ്പൊ ഓൺലൈനായിട്ട് ഈസി ആയിട്ട് കിട്ടുന്ന. ഫുഡ് സേഫ്റ്റിയുടെ വേണം, പിന്നെ പഞ്ചായത്തിന്റെ ഇത് വേണം. അത് 5 HP താഴെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഈ പ്രവർത്തിക്കാനുള്ള ഇത് മാത്രമേ വേണ്ടൂ. മറ്റു ലൈസൻസ് 5 HP താഴെയാണെങ്കിൽ അല്ല. അപ്പൊ നമുക്ക് പിന്നെ പഞ്ചായത്തിലെ ഈ വെളിച്ചെണ്ണ മില്ലിനുള്ള ലൈസൻസ് വേണ്ട. പറഞ്ഞ തേങ്ങനെ കുറിച്ച് പറയാണ്ട് അല്ല, അതിപ്പോ തേങ്ങ ഇപ്പൊ ഞാൻ ഒന്നിങ്ങനെ നോക്കി ഇതായിന്ന് മാത്രം. ഇതിപ്പോ തേങ്ങയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ വലിയ തേങ്ങയാണ്. ഇത് പുതുതരം വിത്തുന്നുണ്ടായ തേങ്ങയാണ്. ഇതൊക്കെ നാടൻ തേങ്ങകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിലാണ് നമുക്ക് നല്ലോണം വെളിച്ചെണ്ണയും നല്ല ക്വാളിറ്റി ഉള്ളതും കിട്ടുക എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതില് തേങ്ങ വലുപ്പമുണ്ട്, അതനുസരിച്ചിട്ടുള്ള തൂക്കം ഉണ്ടാവും. മറ്റേ വെളിച്ചെണ്ണയുടെ ഇത് ചെറിയൊരു ശതമാനം കുറവ് എനിക്ക് കിട്ടണ പോലെ തോന്നുന്നു. പക്ഷെ വെളിച്ചെണ്ണ അളവ് ഇത്തരം തേങ്ങ വരുമ്പോൾ, നാടൻ തേങ്ങ വരുമ്പോൾ, ആട്ടി വരുമ്പോൾ കൂടുതൽ അളവ് 3-4 ശതമാനമൊക്കെ കൂടുതൽ കാണുന്നുണ്ട്. ഇതല്ലേ ഇത് സംഭവം. ഇപ്പം നമ്മളിങ്ങനെ ഇത്തരം തേങ്ങ വാങ്ങിക്കൂലോ, ഇതിൽ തന്നെ ചില തേങ്ങ വെട്ടി നോക്കുമ്പോൾ നമ്മളിപ്പോ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിങ്ങനെ വാങ്ങിക്കുന്നതാണ്. അപ്പൊ ചില തേങ്ങ വെട്ടി നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് ഉണങ്ങി വരുമ്പോ ഇത് കണ്ടില്ലേ, ഇതപ്പോ ഈ ടൈപ്പ് ഇതായിട്ട് വരും. ഇത് ഇങ്ങനെ നോക്കുമ്പോ തേങ്ങയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പ്രശ്നമാണ്. അപ്പൊ ഇത് ഇത് ശരിയായ മൂപ്പത്താതെ വാടി വീണ തേങ്ങയൊക്കെ ആയിരിക്കും. അപ്പൊ കർഷകർ ഇപ്പൊ അവർക്കും അറിയില്ല, പൊളിക്കാൻ ഒരാളെ ഏൽപ്പിക്കുന്നു, പൊളിക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, നമ്മളിത് എടുക്കുന്നു. അപ്പോ ഇത് എടുത്തു വരുമ്പോ ഇത് നമ്മൾ വെളിച്ചെണ്ണ ആട്ട ഉപയോഗിക്കില്ല, അത് തെരഞ്ഞു മാറ്റും. ഇതുകൊണ്ടോ ചിരട്ടേന്ന് എടുക്കണ സമയത്ത് തെരഞ്ഞു മാറ്റും. അതെല്ലാം ഇങ്ങനെ വെട്ടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കേടുവന്ന് മണവും ഇതൊക്കെ വരും. അപ്പൊ നമ്മളിത് ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആട്ടിയെടുത്ത് അത് മോശപ്പെട്ട സെക്കൻഡ് വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണ നമ്മൾ ഇതാ മറ്റേ ഈ രൂപത്തിലൊക്കെ കിട്ടും. ഇത് ഭക്ഷ്യാവശ്യത്തിന് കൊള്ളില്ല. അപ്പൊ നമ്മളിത് വിളക്ക് കത്തിക്കേണ്ട വീടുകളിൽ കത്തിക്കേണ്ട ആവശ്യത്തിനൊക്കെ വളരെ വില കുറച്ച് കൊടുക്കും. 1/3 വിലക്കൊക്കെ കൊടുക്കും. അപ്പൊ ഇത് അമ്പലങ്ങളിലേക്ക് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോയില്ലെങ്കിലും വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അമ്പലങ്ങളിലേക്ക് അത് കത്തിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വെളിച്ചെണ്ണ
കത്തിയന്റെ ഒരു ഇത് പുക കുറയും, നല്ല എണ്ണ കത്തിയന്റെ ഒരു ഇതൊക്കെ കിട്ടും, ഗുണം കിട്ടും. അല്ലെങ്കിൽ നമുക്കിത് വേസ്റ്റ് ആണ്, വാങ്ങിക്കുന്ന ആൾക്കും ലാഭം, എനിക്കും മുഴുവൻ നഷ്ടപ്പെടാതെ ചെറിയൊരു എമൗണ്ട് ഇതിന്ന് കിട്ടുമല്ലോ. ഈ ഡ്രയറിൽ 250 എണ്ണം, അതിലൊരു 250 എണ്ണം. ഇപ്പം ഈ മാതിരി വലിപ്പമുള്ള തേങ്ങയാണ്, അത് ചെറുതാവും തോറും കൂടുതൽ വെക്കാൻ കഴിയും കേട്ടോ, നമുക്ക് കൂടുതൽ വെക്കാൻ കഴിയും. അപ്പോൾ അത് ഒരു 380-ന്റെ ഒരു ഡ്രയറാണ്. ഇതിപ്പോൾ വെട്ടി ഒരു ഏകദേശം ഈ ഒരു 250-ന്റെ ഡ്രയറിലേക്കുള്ള സാധനം പറ്റിയതാണ്. മതി. അതെ 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 അതെ. മറ്റേ അതിലൊക്കെ ഫുള്ളാണ്. ആ, അതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ എടുക്കാറാവും. ഇത് ഞാൻ പറഞ്ഞ കുറഞ്ഞ സ്ഥലം കൊണ്ട് ഇത് പ്രവർത്തിക്കാൻ പറ്റുന്നവരാണ്. ഇപ്പൊ ഇതിൽ തന്നെ ഒരു 1000 തേങ്ങ ഉണങ്ങാനുള്ള അത് സെറ്റ് ചെയ്തു. ഇതിപ്പോ ഇത് ഇങ്ങനെ ഓപ്പൺ സ്പേസ് പോലുള്ള ഇതിൽ ഇരിക്കണം. ഷട്ടിട്ട റൂമിൽ അത്ര പ്രായോഗികമായിട്ട് പറ്റില്ല. ഹോള് ഞാന് ഇല്ല അടച്ചിട്ടില്ല. ഞാനിത് ഉണങ്ങി എടുക്കാൻ ഇപ്പോൾ ഒരു കുറച്ച് താമസം ഉണ്ടെന്ന് വെച്ചാൽ അപ്പം ഒന്ന് അടച്ചിടും എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ ഇതിങ്ങനെ തുറന്ന് വെക്കും, എന്നാലേ ഇതിലെ ഇത് ശരിക്കും പുറത്തേക്ക് പോകുള്ളൂ. അതെ 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 250. അത് രണ്ടെണ്ണം ഉണ്ട്. അല്ല, ഇത് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം വാങ്ങിച്ചതാ. ഇതൊക്കെ ഫസ്റ്റിലുള്ളതാ. പിന്നെ അവിടെ 2 എണ്ണം ഉള്ളതൊക്കെ ഫസ്റ്റിലുള്ളതാ. അടുത്തുള്ളവരെ ഇത് പിന്നെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരെ ഈ പണിക്ക് പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഇത് കേട് വന്നു പോണ സാധനമാണ്. അപ്പോൾ ചിലപ്പോൾ 6 മണിക്ക് 5 മണിക്കൊന്നും കറക്റ്റ് സമയത്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. ഉണ്ട്. അപ്പൊ ആത്മാർത്ഥതയും ഇതുള്ള ആൾക്കാരെ ഇതിലേക്ക് വന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കഷ്ടത്തിലാവും. അപ്പൊ അവര് ഇപ്പൊ നമ്മുടെ 2 സ്റ്റാഫും നല്ല കോപ്പറേറ്റീവ് ആണ്, നല്ല സഹകരണമുണ്ട്. ഇനിയിപ്പോ എത്ര വൈകിയാലും അവരിത് ചെയ്തിട്ടേ പോവുള്ളൂ. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് മുഴുവൻ നമ്മളിതൊരു വ്യവസായ യൂണിറ്റ് എന്നല്ല, ജനങ്ങൾക്ക് നല്ല സാധനം കൊടുക്കുന്ന ഒരു യൂണിറ്റ് എന്നുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതില് അവരുടെ പിന്നെ അതുപോലെ ജോലി കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട് ഇപ്പൊ 2-3 ഇവർക്കൊക്കെ ലീവ് കിട്ടാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. അത് വലിയൊരു കാര്യം തന്നെയല്ലേ. ഞായറാഴ്ചയും ഞങ്ങൾ വർക്ക് ചെയ്യും. എന്താ വെച്ചാൽ ഈ ഇതിൽ വെച്ച സാധനം ഞാൻ പറഞ്ഞില്ലേ, ആ 2 ദിവസം കൊണ്ട് വെളിച്ചെണ്ണയാക്കി മാറ്റും. ഫുള്ള് നാളികേരം പച്ച വെട്ടി വെച്ച് ഇതിപ്പോ മേലെ എന്താണ് ചെയ്യുന്നത്? ഇത് തുറന്നൊക്കെയാണോ? അതെ അതെ അതെ, തുറന്നു വെക്കണം. അത് ക്ലോസ് ചെയ്യും. ഇതിലിപ്പോ ഇതാ തേങ്ങ നിറച്ചിരിക്കണ്ടല്ലോ. ഇനിയിപ്പോ ഇത് നമ്മളിത് അടച്ച് അടച്ച് ഈ ഇതൊക്കെ തുറന്നു വെക്കും. എന്നാലേ ഇതിലെ ജലാംശം മോസ്റ്ററൊക്കെ പുറത്തോട്ട്. അത് ഞാൻ ഇല്ല, തേങ്ങ വെച്ച തേങ്ങ മറ്റേ ഉണങ്ങിക്കഴിഞ്ഞാല്, അടത്താൻ പാകത്തിന് ഉണങ്ങിക്കഴിഞ്ഞാല് അത് പിന്നെ അടച്ചു വെക്കും. എടുക്കാൻ താമസം ഉണ്ടെന്ന് വെച്ചാൽ ചൂട് പോണ്ടെന്ന് വിചാരിച്ചിട്ട് അടച്ചു വെക്കും. അത്രേ ഉള്ളൂ. കുറച്ച് ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് കിടക്കും. ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യണം, നമുക്കൊന്ന് കാണിച്ചു കൊടുത്തോക്കല്ലേ. വേറെ പണിയൊന്നും ഓപ്പറേറ്റ് ചെയ്യരുത്. അതെ അതെ അതെ. ഇതിലിപ്പോ ഈ മറ്റേ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 65-ല് ചൂട് ഹീറ്ററിന്റെ സെറ്റ് ചെയ്താണ്. ഇനിയിപ്പോ ടൈമാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്.
അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് അത് ഞാൻ ഇപ്പോഴത്തെ ഇതിൽ 16 മണിക്കൂർ വയ്ക്കുന്നു. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ കൂട്ടി കൊടുക്കും. 16 മണിക്കൂറായിട്ട് വെച്ചു. ഇനി ഇത് ഞാൻ നോക്കും, ഏകദേശം കഴിയാറായാൽ 14 മണിക്കൂറൊക്കെ ഞാൻ നോക്കും. അപ്പോൾ അത് ഉണക്കം കുറച്ചുകൂടിയും വരാണ്ട് വെച്ചാൽ നമ്മുടെ അടർത്താനുള്ള പാകത്തിനുള്ള ഉണക്കം വരാണ്ട് വെച്ചാൽ 1 മണിക്കൂർ കൂടിയും കൂട്ടി കൊടുക്കും. പല തേങ്ങയും പല തരത്തിലാണ്. ഇല്ല, മൂപ്പ് കുറഞ്ഞ തേങ്ങയാണ് ഇത് കൂട്ടി വെച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതൊന്ന് ശരിക്കും ഒന്ന് പഠിക്കാണ്ട് ശരിക്കും. കാരണം ഡ്രൈവറിൽ വാങ്ങിച്ചാൽ മാത്രം പോരാ, നാളികേരത്തിനെ കുറിച്ച് ഒന്ന് നന്നാക്കി രീതി പഠിക്കാം. അതെ 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 അതെ. അപ്പൊ ഇത് ഇപ്പൊ നിലവിൽ ഇതിലുള്ള ചൂടാവും ഈ കാണിക്കുന്നില്ലേ? അല്ല, നിലവിൽ ഡ്രൈവറിനകത്തുള്ള ചൂടാണ്. അത് ഇനി എത്ര 65 ഡിഗ്രിക്ക് എത്തും? 65ലേക്ക് എത്തും. എത്ര സമയം കൊണ്ടാണ്? 15 മണിക്കൂർ കൊണ്ട്? അല്ല, അതൊരു 3-4-5 മണിക്കൂർ ആകുമ്പോ ഇതിലത്തെ ജലാംശം അപ്പോഴേക്കും കുറേയൊക്കെ പോയിട്ടുണ്ട്. ഒരു 5-8 മണിക്കൂർ ആകുമ്പോഴേക്കും 65-ലെത്തും. 65-ലെത്തിക്കഴിഞ്ഞാൽ അപ്പോഴും ഫുൾ ഉണക്കായി ഉണ്ടാവില്ല. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. പിന്നെ വീണ്ടും അത് മറ്റേ 60-ലും 62-ലും ഒക്കെ എത്തുമ്പോൾ വീണ്ടും സ്റ്റാർട്ടാവും. വീണ്ടും 65 ആകുമ്പോൾ കട്ടാവും. വീണ്ടും ഇങ്ങനെ ഇതാവുമ്പോ അപ്പോ വീണ്ടും സ്റ്റാർട്ടാവും. അതെ 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 അതെ. അപ്പൊ എപ്പോഴും ഇതിനുള്ളിൽ ഒരു 65 ഡിഗ്രി ചൂട് നിലനിന്ന് പോകാനുള്ള ഒരു സംവിധാനമാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരേ ചൂടില് ഉണങ്ങി കിട്ടും. 65 ആകുമ്പോൾ തനിയെ കട്ട് ഓഫ് ആവും. ചൂടാറുമ്പോ പിന്നെ ഓണാവും. ഒരു 60ന്റെ താഴെ പോരില്ല, അതിന്റെ മുന്നേ വീണ്ടും ഓണാവും. പിന്നെ ഈ കറണ്ട് പോയി കഴിഞ്ഞു വെച്ചാൽ വീണ്ടും സ്റ്റാർട്ടാവും. കറണ്ട് വന്നാൽ സ്റ്റാർട്ടാവും. അപ്പൊ ഈ സമയം ഇപ്പോ ടെമ്പറേച്ചർ കുറഞ്ഞു വെച്ചാൽ ഇത് 16 മണിക്കൂറുള്ളത് എത്ര മണിക്കൂറാ കറണ്ട് പോയി എന്ന് വെച്ചാൽ അത്രയും സമയം കൂടുതൽ വേണം കേട്ടോ. അത്ര സമയം കൂടുതൽ വരും. ഇതിപ്പോ 16 മണിക്കൂറാ വേണ്ടത്. 16 മണിക്കൂർ വേണം. ഇതില് ഇപ്പോ ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് കറണ്ട് പോയി. അപ്പൊ ഒരു 2 മണിക്കൂർ വരെ 1 മണിക്കൂർ വരെ കറണ്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞു വെച്ചാല് പിന്നെ ഇത് വളരെ തണുത്തിട്ടുണ്ടാവും. ഈ 65 ചൂടുള്ളത് 30-ലും 40-ലൊക്കെ എത്തിണ്ടാവും. അപ്പോഴാവും കറണ്ട് വരിക. അപ്പൊ ഈ 16 മണിക്കൂർ മതിയാവില്ല. പക്ഷെ നമുക്ക് കറണ്ടിന്റെ നഷ്ടം വരുന്നില്ല. എന്താ വെച്ചാൽ ആ 2 മണിക്കൂർ, ഈ 16 മണിക്കൂറിൽ 18 മണിക്കൂറൊക്കെ ഇത് വർക്ക് ചെയ്യേണ്ടി വരും. ഇതിൽ 16 തന്നെ കാണിക്കുക. പക്ഷെ ആ 2 മണിക്കൂർ, നഷ്ടപ്പെട്ട 2 മണിക്കൂറും ഇത് എടുക്കും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് സുരക്ഷിതമായിട്ടിരിക്കാം. കറണ്ട് പോയാലും ഇത് പേടിക്കാൻ. 350. ഇനി ചട്ടയെന്ന് എടുക്കാൻ ഇനി ഒരു 4-24 ഒരു 10-30 മിനിറ്റ് കൂടി കഴിയണം. അരമണിക്കൂർ. പിന്നെ ഇതൊന്നും അരമണിക്കൂർ കഴിഞ്ഞാലും എടുക്കില്ല. ഈ ചൂട് ഒരു 40-ലൊക്കെ എത്തുമ്പോഴേ എടുക്കുള്ളൂ. അപ്പൊ 1-1.5 മണിക്കൂർ. അപ്പൊ അത്രയും ചൂട് ഇതിൽ നിലനിൽക്കൂല. അതുകൂടി ഇല്ല, കൂടെ തുറക്കില്ല. തുറന്നു കഴിഞ്ഞാൽ ചൂട് പുറത്തു പോകും. അതുകൊണ്ട് തുറക്കില്ല. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് ഇങ്ങനെ ഒരു ഡ്രയർ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയ കിട്ടും നമുക്ക്. അപ്പൊ ഇത് തുറക്കില്ല. അപ്പൊ ഈ ടെമ്പറേച്ചർ 60 ഇതിൽ നിന്ന് മാറി 40 എത്തുമ്പോഴേ നിങ്ങളത് 40-45 അത്യാവശ്യം അനുസരിച്ച് എടുക്കാറുള്ളൂ. ചിലപ്പോ പെട്ടെന്ന് നടത്തി എടുക്കില്ല. അപ്പൊ അതിൽ 65 ചൂടുണ്ടാവും. നമ്മള് പിന്നെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചൂട് കൂടി നമുക്ക് മുറുകും. അതെ, ഒരു 1 മണിക്കൂർ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുക്കുകയാണ്. അത്രയും കറണ്ടിന്റെ കൺസംഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും. 1/2 മണിക്കൂർ നേരത്തെ കൂടിയും ഇപ്പൊ 16 മണിക്കൂറായി 65 വെക്കുന്നു വെച്ചാൽ 16 മണിക്കൂർ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 62-ലോ 63-ലൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോഴും നമുക്ക് 63-ന്റെ ചൂട് കിട്ടുന്നുണ്ടല്ലോ. സമൂഹത്തിന് നൽകാൻ വേണ്ടിയുള്ള സന്ദേശം എന്തൊക്കെയാണ് മനസ്സിൽ വരുന്ന ചെറിയൊരു കാര്യങ്ങളും 2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു? ഇതിപ്പോ ഇങ്ങനൊരു യൂണിറ്റ് തുടങ്ങി നല്ല വെളിച്ചെണ്ണ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ചെറുകിട യൂണിറ്റുകൾ തുടങ്ങിയ വ്യവസായ വകുപ്പിന്റെ കീഴിൽ ചെറുകിട യൂണിറ്റുകൾ തുടങ്ങിയ പിന്നെ നമുക്ക് നല്ല വെളിച്ചെണ്ണ
ഡ്രയറിലൊക്കെ വെച്ച് ഉണക്കി ശുചിത്വത്തോടു കൂടി ഉണക്കിയെടുത്ത് നല്ല വെളിച്ചെണ്ണ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. നല്ല വെളിച്ചെണ്ണ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനത്തെ, കരളിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും, വൃക്കകളുടെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ഇതാവും, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ. ഇതിൽ നല്ല വെളിച്ചെണ്ണയിൽ നല്ല കൊളസ്ട്രോളാണ് ഉള്ളത്. മറ്റേ നമ്മുടെ മത്സ്യമായ മത്തി അതിലൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള നല്ല കൊളസ്ട്രോളാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിനെ, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തെ ഒക്കെ നല്ല രീതിയിൽ ഉത്തേജിപ്പിച്ച് ശരീരത്തിന്റെ പ്രവർത്തനം നല്ല സന്തുലിതമായി നടന്നു പോകുന്നതിന് നല്ല വെളിച്ചെണ്ണ ഉപകരിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഈ നല്ല വെളിച്ചെണ്ണയുടെ യൂണിറ്റ് വന്നാൽ മൊത്തത്തിൽ ആരോഗ്യസ്ഥിതി, കേരളീയ ജനതയുടെ മൊത്തത്തിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിന് ഒരു കാരണങ്ങളിൽ ഒരെണ്ണം ഈ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. അപ്പോൾ ഇതേപോലെയുള്ള യൂണിറ്റുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങുന്നതിന് ഉള്ള മറ്റേ യുവാക്കളുടെ ഇടയിൽ ഇന്ന് ഉയർന്നു വരണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്നിൽ കൂടുതൽ പേർക്ക്, ചെറുകിട യൂണിറ്റ് ആണെങ്കിൽ പോലും 2 or 3 പേർക്ക് ജോലി നൽകുന്നതിനും ഇതിലൂടെ കഴിയും. അതുപോലെ തന്നെ കർഷകരിൽ നിന്ന് നാളികേരം നേരിട്ട് സംഭരിക്കുന്നത് കൊണ്ട് അവർക്കും മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിനും ഏറ്റവും അടുത്ത, ഇതിപ്പോ ഒരു പഞ്ചായത്തിൽ 2 or 3 മില്ലുകൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള കുറഞ്ഞ അളവിലുള്ള തേങ്ങയും കൊണ്ടുപോയി കൊടുത്ത് വലിയ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഇല്ലാതെ കൊടുത്ത് നല്ല വില കിട്ടുന്നതിനും കർഷകർക്കും മെച്ചം ചെയ്യും. അവർക്ക് നല്ല വെളിച്ചെണ്ണ ലഭിക്കുന്നതിനും നല്ല പ്രയോജനം ചെയ്യും. അപ്പോൾ സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ചെയ്യുന്ന ചെറുകിട ഒരു സ്കീമുകളിൽ പെട്ട ഒന്നാണ് ഇത്. അതിനുള്ള അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് പേര് ലൈഫ് കെയർ എന്ന് ഇടുന്നതിനുള്ള കാരണവും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ലൈഫ് കെയർ ഓയിൽ യൂണിറ്റിൽ നിന്ന്, നാരായണേട്ടൻ്റെ മില്ലിൽ നിന്ന് തൽക്കാലം നമ്മൾ വിട പറയാണ്. നാരായണേട്ടൻ്റെ ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയത്, യുവാക്കൾക്ക് തുടങ്ങാൻ പറ്റിയത്, അതെ യുവാക്കളെന്ന് മാത്രമല്ല ഏത് പ്രായക്കാർക്കും തുടങ്ങാൻ പറ്റിയ സംരംഭത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് നാരായണേട്ടൻ നമ്മളെ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ നാരായണേട്ട, ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഇത്രയും വിലയേറിയ സമയം നിങ്ങൾ നമുക്കും വേണ്ടി ചെലവഴിച്ചാൽ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.